ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് അമേഠിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി. സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി വൻ തോൽവിയിലേക്കാണ് നീങ്ങുന്നത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ 60,000-ത്തിലധികം വോട്ടിന് സ്മൃതി ഇറാനി പിന്നിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോറി ലാലാണ് ലീഡ് ചെയ്യുന്നത്. ബി.എസ്.പിയുടെ നാനേ സിംഗ് ചൗഹാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചായിരുന്നു സ്മൃതി ഇറാനി സീറ്റ് പിടിച്ചത്. 5520 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് വിജയം. 4.13 ലക്ഷം വോട്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയത്. 1981 മുതൽ കോൺഗ്രസ് തുടർച്ചയായി വിജയിച്ച മണ്ഡലമായിരുന്നു അമേഠി. സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും മാറി മാറി മത്സരിച്ച അമേഠിയിൽ 1998 ആദ്യമായി ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിച്ചത്. പിന്നീട് 1999 നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ അമേഠിയിൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തുകയായിരുന്നു. 2014 ബി.ജെ.പി. തരംഗത്തിൽ പോലും അമേഠി കോൺഗ്രസിനെ കൈവിട്ടില്ല. 2014 രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. എന്നാൽ 2019 കാര്യങ്ങൾ മാറിമറിഞ്ഞു. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി വീണ്ടും അമേഠിയുടെ എംപിയായി. മണ്ഡലം വീണ്ടും കോൺഗ്രസിന്റെ കൈപിടിക്കുമെന്ന തരത്തിലാണ് നിലവിലെ ഫലസൂചനകൾ.